ഹലോ ഗൈസ്, ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചി കൊണ്ട് ഇറച്ചി വരട്ടിയത്. അത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഇറച്ചിനെ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി ഇടുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് കുക്കറിൽ അടച്ച് വേവിക്കാനായിട്ട് വെക്കണം. 2, 3, 4, 5, 6 വിസിൽ വന്നോട്ടെ. എന്നാലത് അവിടെ വേവുന്നതിന് ശേഷം സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ച് വെക്കാം. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലോ എന്തായാലും നിങ്ങളതിന് ഒഴിച്ച് കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ സവാള ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കണം. പിന്നെ കൂടെ പച്ചമുളകും വേപ്പില ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനെ നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമുളക് വെച്ച് നല്ലോണം വാടി വരണം. എന്നാലേ അത് ഡ്രൈ ആയിട്ടിരിക്കുന്നു. അതിനെ നന്നായിട്ട് വാടിയതിന് ശേഷം 2 3-4 ഉണക്കമുളക് വേണം. 3-4 ഉണക്കമുളക് ഇങ്ങനെ കഷ്ണിച്ചിടുക. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കുക. സവാളയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മുരിയണം. അതുവരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കിട്ടും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് മാറണ വരെ ഇളക്കണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ, ഇതൊരു 3-4 കിലോ ഉള്ളത് കൊണ്ട് ഞാനിത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ നന്നായിട്ട് അതിനെ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വഴറ്റില്ല, അതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കും. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതെല്ലാം സെറ്റാവുന്നവർ. എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് വഴറ്റിയിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 5-6 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറണ വരെ വഴറ്റി കൊടുക്കണം. മല്ലിപ്പൊടിയുടെ കുത്ത് മാറണം. അത് ഇതിനെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഈ കുരുമുളക് പൊടി, പിന്നെ ജീരകപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതാക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് വെച്ച് കൂടുതലിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കത്തിട്ടാ. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം വഴറ്റി അതിനെ കറുത്ത കളറാക്കി എടുക്കുക. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറച്ചി വേവിച്ചിട്ടുണ്ടാവില്ല, ആ ഇറച്ചീനെ വെള്ളം മാറ്റി കളഞ്ഞിട്ട് ആ ഇറച്ചീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇതേപോലെ കൂടെ ഇട്ട് കൊടുക്കണം. നല്ലോണം വേവണം ഇറച്ചി, എന്നാലും അതിന് ഇതാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എല്ലാ ഇറച്ചിനും ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം. ഇതിന് വരട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് അടിമോളം മുറിച്ച് ഇതാക്കി നന്നായിട്ട് അടിമോളം മുറിച്ച് ഉപ്പൊക്കെ നന്നായി പിടിക്കണ വരെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതാ. അതിൻ്റെ ഉപ്പ് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നല്ലോണം മറിക്കണം. ഈ മസാലകളൊക്കെ അതിൽ നല്ലോണം പിടിക്കണ വരെ ഇങ്ങനെ മറിച്ചിട്ട് അതിനെ നമ്മൾ വേവിച്ച് ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ മറിച്ച് അതിനൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ
മുറിച്ച് കൊടുക്കണം. എല്ലാവരും പൊരിച്ചെടുക്കണം. പിന്നെ ബ്രൗൺ കളറായി വരും. അതുവരെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും. പിന്നെ നല്ല ഡ്രൈ ഫ്രൈ ആക്കിയെടുക്കണം. അത് ഞാൻ കുറച്ച് കൈ ഇതാക്കാൻ പറ്റാത്ത കാരണേ അത് ചട്ടിയിലിട്ട് കുറച്ച് പറ്റുന്നില്ല. നല്ലോണം കുറച്ച് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ബ്ലാക്ക് സ്പൂണം വരികയാണ്. അത് എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരുന്നോളും. താങ്ക് യു. വീഡിയോ ഇഷ്ടമായ ഷെയർ, ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.